വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. ദേഹവും ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. സർവത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നാം എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ നമുക്ക് വിശദീകരണം വേണം. നമ്മൾ വിശദീകരിക്കുന്ന ദൈവമാണ്. തെസ്സലോനിക്കർ 4:3 അവിടെ നല്ല ചെയ്തു. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നിങ്ങളുടെ എന്നിട്ട് പറയാം, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. എൻ്റെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഇന്ദ്രിയങ്ങളെ, എൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ, എൻ്റെ മനസ്സിനെ, എൻ്റെ മനസ്സാക്ഷിയെ, എൻ്റെ ഓർമ്മകളെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ഭാവനയെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ മനസ്സാക്ഷിയെ, എൻ്റെ ആഗ്രഹങ്ങളെ, ആലോചനകളെ, വികാരവിചാരങ്ങളെ, എൻ്റെ വാക്കുകളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയില്ലാതെ അശുദ്ധിയോടെ എൻ്റെ ശരീരത്തെ ഞാൻ വികലമാക്കി പോയി, ഞാൻ അശുദ്ധമാക്കി പോയി. ദൈവമേ, എന്നോട് കരുണ തോന്നി, എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ അങ്ങേക്ക് പ്രീതിയുള്ള ഒരു പാത്രമാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിരവധിയായ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. കരുണ തോന്നണമേ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, സിംഹത്തിൻ്റെയും കല്ലുടെയും കയ്യിൽ നിന്ന് രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. തുടർന്ന് സാവൂള് ദാവീദിനോട് പറഞ്ഞു, പോവുക, കർത്താവ് നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ. അനന്തരം സാവൂൾ തൻ്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു. ഒരു പിത്തള തോപ്പി അവൻ്റെ തലയിൽ വെച്ചു. തൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു. പോർച്ചട്ടയും വാളും ധരിച്ച് ദാവീദ് നടക്കാൻ നോക്കി, പക്ഷെ സാധിച്ചില്ല. അവന് പരിചയമില്ലായിരുന്നു. ഇതൊന്നും പരിചയിച്ചിട്ടില്ലാത്തതിനാൽ ഇവ ധരിച്ച് നടക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ സാവൂളിനോട് പറഞ്ഞു. അവനത് ഊരി വെച്ചു. പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു. തോട്ടിൽ നിന്നും മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്ത് സഞ്ചിയിൽ ഇട്ടു. കവണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ഫിലിസ്ത്യനെ സമീപിച്ചു. സൗളോ പരാജയപ്പെട്ടു. സൗള് മനസ്സിലായി, തനിക്ക് ഒരിക്കലും ഫിലിസ്ത്യനെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ദാവീദ് എന്ന യുവാവ് എന്ന് പറയുന്നത്, ഞാൻ അവനെ വധിക്കാം. അപ്പോൾ അടുത്തപടി എന്താ ചെയ്യേണ്ടത്? തൻ്റെ രാജകീയ അടയാളമായ എല്ലാം സാവൂൾ അവന് ഊരിക്കൊടുക്കുകയാണ്. ദാവീദിന് അടിയറപ്പിക്കുകയാണ് എല്ലാം. അവിടെ അവൻ്റെ പോർച്ചട്ട, അവൻ്റെ തലപ്പാവ്, തലയിലെ തൊപ്പി, അതൊക്കെയാണത്. ദാവീദിനെ അണിയിച്ചു. സാവൂൾ തൻ്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു. ഒരു പിത്തള തൊപ്പി അവൻ്റെ തലയിൽ വെച്ചു. തൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു. ശത്രു രക്ഷപ്പെടാണ്ട് എല്ലാം സാവൂൾ ദാവീദിന് മുമ്പിൽ അടിയറപ്പിച്ചു. ദാവീദിന് വിട്ടുകൊടുത്തു. പക്ഷെ ദാവീദ് ഇതൊക്കെ ഇട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല. ചന്ദ്രനിൽ പോയ ആംസ്ട്രോങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവർ നടക്കുന്നത് എങ്ങനെയാണ്? ശരീരം മുഴുവൻ അല്ലേ, പ്രത്യേകമായ വസ്ത്രം ധരിച്ച്, വസ്ത്രമല്ല പ്രത്യേകമായ കവചത്തിലാണ്. കാല് നിലത്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടാൽ വേറൊരു രീതിയാണ്. ദാവീദ് അനുഭവപ്പെട്ട് കാണും. കാരണം അവന് കാല് നിലത്തുറയ്ക്കുന്നില്ല. അവനൊരിക്കലും പരിചയിച്ചിട്ടില്ലാത്ത ഓരോ ആയുധങ്ങളാണ് അവന് കിട്ടിയത്. അതെല്ലാം ഊരി വയ്ക്കുകയാണ്. കാരണം അവന് മനസ്സിലായി, ഇതൊക്കെ ലോകത്തിൻ്റെ ആശ്രയത്വമാണ്, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല.
എൻ്റെ ആശ്രയത്വം കർത്താവിലാണ്. ഹല്ലേലൂയ. അതറിയുന്ന ദാവീദ് സൗൽ കൊടുത്ത അവൻ്റെ എല്ലാ വസ്ത്രവും ഊരി വയ്ക്കുന്നു, എല്ലാ ആയുധങ്ങളും മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് അവൻ എന്താണ് ചെയ്തത്? അവൻ തൻ്റെ വടിയെടുത്തു. അവൻ്റെ ഒരു വടിയുണ്ട്, കാരണം ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ കയ്യിൽ വടിയുണ്ട്. തോട്ടിൽ നിന്നും മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്ത് തൻ്റെ സഞ്ചിയിലിട്ടു. ഒരു സഞ്ചി അവൻ്റെ കൈവശമുണ്ട്. തുടർന്ന് കവണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ഫിലിസ്തീനെ സമീപിച്ചു. കവണ, തെറ്റാലി എന്ന് പറയുന്ന കവണ, ഇത് 3 അവൻ്റെ കയ്യിലുള്ളത്. 1 വടി, 2 സഞ്ചി, 3 കവണ. ഇതവൻ്റെ കയ്യിൽ സ്ഥിരമുണ്ട്. പക്ഷെ അവനത് ഒരു കാര്യം കൂടി ചെയ്യുകയാണ്. ആ തോട്ടിൽ നിന്നും 5 മിനുസമുള്ള കല്ല് അവൻ പറക്കിയിടും. 5 മിനുസമുള്ള കല്ലുകൾ. ആ കല്ലെടുത്ത് ആ കല്ല് പറക്കി അവൻ തൻ്റെ സഞ്ചിക്കകത്തിട്ടു. എന്നിട്ട് ഇവൻ ഗോലിയാത്തിന് നേരെ ഓടിച്ചെല്ലുകയാണ്. ഈ കഴിഞ്ഞ 40 ദിവസമായി ഗോലിയാത്ത് ഇസ്രായേൽക്കാരെ ഓടിച്ചു. ഇപ്പോൾ ഇവൻ ദാവീദ് വടിയുമായി ഓടിച്ചെല്ലുകയാണ് ഈ ഗോലിയാത്തിൻ്റെ നേരെ. ദാവീദ് വരുന്നത് കണ്ടപ്പോൾ ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറമ്പുകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ്. ദാവീദിനോട് പറയാണ്, ശപിച്ചുകൊണ്ട് പറയാണ്, വരൂ, ഞാൻ നിന്റെ മാംസം പറവുകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ഒരു ഭയങ്കര ഒരു ഭീഷണിയായിരുന്നു. നിന്നെ ഞാൻ കൊന്ന് നിന്റെ മാംസം പിച്ചിക്കീറി കാട്ടുമൃഗങ്ങൾക്ക് പക്ഷികൾക്ക് ഇട്ടുകൊടുക്കും. എത്രമാത്രം ശക്തിയും കരുത്തും ഇല്ലായിരുന്നെങ്കിൽ ആ ഗോലിയാത്തിൻ്റെ ഭീകരരൂപം, അവൻ്റെ ആയുധങ്ങൾ, അവൻ്റെ സൈസ് കണ്ടാൽ അവനെ വിളിച്ചു പറയുന്നത് നിന്നെ കൊല്ലും, നിന്റെ മാംസം പിച്ചിക്കീറുമെന്ന് പറയുമ്പോൾ അത് ദാവീദിനെ ഭയപ്പെടുത്താമായിരുന്നു. പക്ഷെ ദാവീദ് ഒരു ഭയവുമില്ലാതെ അവൻ നേരെ ഓടിച്ചെന്നുകൊണ്ട് പറയുകയാണ്. അവൻ പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. എഴുന്നേറ്റിരിക്കാവൂ. എന്നിരുന്നുകൊണ്ട് വലതുകരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ ദാവീദിൻ്റെ പ്രഖ്യാപനം വിശ്വാസപൂർവ്വം ഏറ്റുപറയണം. ഉള്ളിലുള്ള ഭയം, സംശയം, അധൈര്യം എല്ലാം നിന്നെ വിട്ടുമാറണം. ഒരു പറയാം, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ എതിരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യുദ്ധം അത് കർത്താവിൻ്റെ നാമത്തിലാണ്. ശത്രുവിനെതിരെയുള്ള സ്പിരിറ്റിൻ്റെ യുദ്ധം, എൻ്റെ യുദ്ധം അത് കർത്താവിൻ്റെ നാമത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് ലോകമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഈ യുദ്ധം കർത്താവിൻ്റേതാണ്.
അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം വിളിച്ചവരുടെ ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് ഇന്ന് നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ഹൃദയത്തിൽ പറയാം, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. ആ വചന ഹൃദയത്തിൽ എഴുതുക. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. ഇന്ന് നിങ്ങളെ അവിടുന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഹൃദയത്തിൽ മാത്രം പറയുക, ശബ്ദത്തിൽ. എൻ്റെ ശത്രുക്കളെ കർത്താവ് ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. കഴിഞ്ഞ നാളുകളിൽ എന്നെ ഭയപ്പെടുത്തി, എന്നിൽ അവിശ്വാസം തന്ന്, എന്നെ ലോകത്തിന് അടിമയാക്കാൻ ശ്രമിച്ച് എൻ്റെ ധൈര്യം ചോർത്തിക്കളഞ്ഞ ശത്രുക്കളെ ഇന്ന് കർത്താവ് നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇന്ന് കർത്താവ് നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നെ നശിപ്പിക്കാൻ നിന്ന ശത്രുക്കളെ ഇന്ന് കർത്താവ് നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. കീഴടങ്ങുക, കീഴടങ്ങട്ടെ. എല്ലാ ശത്രുക്കളും കീഴടങ്ങട്ടെ. സകല മുട്ടുകളും മടങ്ങട്ടെ. യേശു നാമത്തിൽ കീഴടങ്ങട്ടെ. എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ. എല്ലാ അധീവന്മാർ കീഴടങ്ങട്ടെ. ശത്രുവിൻ്റെ ശക്തികൾ കീഴടങ്ങട്ടെ. ശതാന്റെ സാമ്രാജ്യം കീഴടങ്ങട്ടെ. അടിമകൾ കീഴടങ്ങട്ടെ. തന്നെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. അടുത്ത വചനം കൂടുതൽ ദാവീദിന്റെ കാര്യം പറയുന്നുണ്ട്. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് ലോകമെല്ലാം അറിയും. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് ലോകമെല്ലാം അറിയും. സ്പിരിറ്റ്സിൻ്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന് ലോകമെല്ലാം അറിയാൻ കർത്താവ് ഇടവരുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ. ഇവിടെ യുദ്ധം ജയിക്കുന്ന ഒരിക്കലും ലോകത്തിൻ്റെ ആശ്രയത്വമല്ല. എത്രമാത്രം ദൈവത്തെ മുറുകെ പിടിക്കുക, ആശ്രയിക്കാൻ പറ്റുമോ അവിടെ മാത്രമേ വിജയം ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെട്ട ഒരുവന് മാത്രമേ യുദ്ധം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ശത്രു എവിടെയെങ്കിലും ഏതെങ്കിലും പഴുത് കണ്ടെത്തി അശുദ്ധിയിലൂടെ ഏതെങ്കിലും തിന്മകളിലൂടെ നമ്മളെ ദുർബലരാക്കി ബലഹീനരാക്കി അവനെപ്പോഴും ജയം നേടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ അനുവദിക്കരുത്. കണ്ണടയ്ക്ക് ഒരു നിമിഷം കൂടി. ഏതെങ്കിലും ഒരു പഴുത് ശത്രുവിന് കൊടുത്തിട്ടുണ്ടോ? നിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും അശുദ്ധി, എന്തെങ്കിലും പാപം നീ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കാത്തത്, അതെല്ലാം ശത്രുവിന് നിന്നെ ആക്രമിക്കാൻ, നിന്നെ കീഴ്പ്പെടുത്താനുള്ള പഴുതുകളാണ്. നീ കണ്ടെത്തണം. നിന്റെ കണ്ണുകളുടെ ദുരാശയായിരിക്കാം, നിന്റെ കണ്ണുകളുടെ ആസക്തിയായിരിക്കാം, നിന്റെ ഹൃദയത്തിലെ ദുഷ്ചിന്തകളായിരിക്കാം, നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന തിന്മയുടെ വാക്കുകളായിരിക്കാം, നിന്റെ പ്രാർത്ഥനയില്ലാത്ത ജീവിതമായിരിക്കാം. നീ എവിടേക്കാണ് നിന്നെ ശത്രു ബലഹീനനാക്കി ഇട്ടിരിക്കുന്നത്? നീ കരുത്താർജിക്കാതിരിക്കാൻ, ശക്തി പ്രാപിക്കാതിരിക്കാൻ, നിന്നെ താല്പര്യമുള്ള ശത്രു നിന്നെ ദുർബലനാക്കുന്നു, നിന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്നു. അതെല്ലാം നീ കണ്ടെത്തി അല്ലെങ്കിൽ തന്നെ സമർപ്പിക്കുക. ദൈവമേ, ആ പഴുതെല്ലാം അടയ്ക്കപ്പെടണം. ശത്രു അവസരം കണ്ടത് എല്ലാ വഴിയിലും അടയ്ക്കപ്പെടണം. ദൈവമേ, അവിടുന്ന് ആഴത്തിൽ ശുദ്ധീകരിക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ പ്രിയ പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണമേ, എന്നെ പരിശീലിപ്പിക്കണമേ, എന്നെ സഹായിക്കണമേ. എൻ്റെ ദൗർബല്യങ്ങളെ, എൻ്റെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്ന പിശാച്, എൻ്റെ തലമുറകൾ, ദൈവം എനിക്ക് വിജയം തരണം അവരുടെ മേൽ.
ശത്രുവിനെ കീഴ്പ്പെടുത്തി നടക്കുവാൻ, ചവിട്ടി നടക്കാൻ ശക്തി തരണേ കർത്താവേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. നാൽപ്പത്തിയെട്ടാമത്തെ വചനം. തന്നെ നേരിടാൻ ഫിലിസ്ത്യൻ അടുക്കുന്നത് കണ്ട് ദാവീദ് അവനോട് എതിർക്കുവാൻ വേഗത്തിലൂടി മുന്നണിയിലെത്തി. ദാവീദ് സഞ്ചിയിൽ നിന്നും ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ചു ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി അവൻ മുഖം കുത്തി നിലംപതിച്ചു. അങ്ങനെ ദാവീദ് കല്ലും കവണയുമായി ഗോലിയാത്തിനെ നേരിട്ടു. അവൻ എറിഞ്ഞു വീഴ്ത്തി. അവൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിൻ്റെ മേൽ കയറി നിന്ന് അവൻ്റെ വാള് ഉറയിൽ നിന്ന് വലിച്ചൂരി അവനെ വധിച്ചു കളഞ്ഞു. ഫിലിസ്ത്യർ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ഒരു മനുഷ്യൻ, ഒരു യുവാവ് ഒരു കല്ലും ഒരു കവണയും കൊണ്ട് ഒരു മല്ലനെ വീഴ്ചത് എങ്ങനെയാണ്? ദാവീദിന്റെ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഒന്നു മാത്രം. അവന് ലഭിച്ച പരിശുദ്ധാത്മ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. അവൻ വളരെ വേഗത്തിൽ ഉത്തരംഗതി ഓടിച്ചെല്ലുകയാണ്. ഗോലിയാത്തിനെ ഓടിച്ചെന്നുകൊണ്ട് സഞ്ചിയിൽ നിന്നും ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ആ കല്ല് ഗോലിയാത്ത് നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. ഹല്ലേലൂയ. ഒരൊറ്റ കല്ല്. എത്ര കല്ല് കൈവശം ഉണ്ടായിരുന്നു? 5 കല്ലുണ്ടായിരുന്നു. ഒരു കല്ലുകൊണ്ടാണ്, ഒറ്റ കല്ലുകൊണ്ട്. അതും ഈ ഗോലിയാത്ത് എന്ന് പറയുന്നവൻ്റെ മുഖം മുഴുവനും മൂടപ്പെട്ടതാണ്. ഇരുമ്പ് കവചം കൊണ്ട് മറയ്ക്കപ്പെട്ടതാണ് എൻ്റെ മുഖം. കണ്ണുകളുടെ ഈ ഭാഗത്ത് മാത്രമേ 2 ദ്വാരമുള്ളൂ. നെറ്റിയിൽ കണ്ണുകളുടെ ഭാഗത്ത് മാത്രം ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. താഴെ വശമെല്ലാം മൂടപ്പെട്ടതാണ്. ദാവീദ് എറിയുന്ന കല്ല് കൃത്യം കൊള്ളേണ്ടത് ഈ 2 കണ്ണിൻ്റെ ഇടഭാഗത്തുള്ള ഈ മൂക്കിന് മുകളിലാണ്, നെറുകയിലാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ചെന്ന് തറയ്ക്കുന്നത് എവിടെയായിരിക്കും? അവൻ അണിഞ്ഞിരിക്കുന്ന ഇരുമ്പ് കവചത്തിലാണ്. ആ കല്ല് തെറിച്ചു പോകും. തെറിച്ചു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ദാവീദിൻ്റെ പിന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നോക്കണമേ, അപ്പോൾ ദാവീദിൽ വസിച്ച പരിശുദ്ധാത്മാവ് എത്ര കൃത്യമായിട്ടാണ് ദാവീദിനെ സഹായിച്ചത്. കൃത്യമായി വചനം പറയുകയാണ്, അവൻ ആ കല്ല് ആഞ്ഞെറിഞ്ഞപ്പോൾ അവനെ നെറ്റിയിൽ ആഞ്ഞു തറച്ചു. എവിടെയാണോ 2 കണ്ണുകളുടെ ഇടയിൽ ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നത്, അവിടെ കൃത്യമായിട്ട് ആ കല്ല് തറഞ്ഞ് കയറി അവൻ അങ്ങനെ നിലംപതിച്ചു. ഹല്ലേലൂയ. നോക്കണമേ, ദൈവം ഒരു മനുഷ്യനോടത്ത് നിന്നുകൊണ്ട് ഒരു മലനെ എങ്ങനെയാണ് തോൽപ്പിച്ച് കളഞ്ഞത്. ഹല്ലേലൂയ. മനുഷ്യൻ വിശ്വസ്തനായിരിക്കുമ്പോൾ ദൈവത്തിന് ആ യുദ്ധം ജയിക്കുവാൻ ഒരു ചെറിയ കല്ലു മതി. മനുഷ്യന്റെ ഹൃദയമുണ്ടോ, മനുഷ്യന്റെ സമർപ്പണമുണ്ടോ, അവന്റെ വിശുദ്ധിയും വിശ്വാസവുമുണ്ടോ? അതാണ് വചനം പഠിപ്പിക്കുന്നത്. കരബലത്താലും സൈന്യബലത്താലുമല്ല, ആത്മാവിനാൽ അത്രേ. ഒറ്റ കല്ലുകൊണ്ട് ദാവീദിനെ ജയിക്കാൻ സാധിച്ചെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ കൂടുതലുണ്ട്. ഹല്ലേലൂയ. നിന്റെ കൂടെയുണ്ട്. നിന്റെ വ്യക്തിജീവിത കർത്താവുണ്ട്. നീ സ്വീകരിച്ച അഭിഷേകത്തിലൂടെ. ഈ അഭിഷേകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞു, ഈ അഭിഷേകം നൽകപ്പെട്ടത് യുദ്ധം ചെയ്യാനും യുദ്ധം ജയിക്കാനും വേണ്ടിയിട്ടാണ്. യുദ്ധം തോൽക്കാനായിട്ടല്ല, മുറിപ്പെട്ട് കിടക്കാനായിട്ടല്ല, ജയിക്കണം. അതാണ് നമ്മുടെ ദൗത്യം. ഹല്ലേലൂയ. ഈ കാലമെല്ലാം നാം എന്തിനെല്ലാം വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് യുദ്ധം ചെയ്തോ അവിടെയൊക്കെ ദൈവം നമ്മളെ വിജയിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഒരിടത്തും തോൽക്കേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നമ്മുടെ മുന്നോട്ടുള്ള യാത്ര കൂടുതൽ യുദ്ധങ്ങളിലേക്കാണ്. ദാവീദിന്റെ വിളി യുദ്ധം ചെയ്യുന്നുള്ളതായിരുന്നു. ദാവീദ് ആലയം പണിയാൻ വേണ്ടി കർത്താവ് ചോദിക്കുന്നത്, ദൈവം ഞാൻ ഒരു ആലയം നിനക്ക് വേണ്ടി പണിയണം. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു ഉത്തരമുണ്ട്, നീ വളരെയേറെ രക്തം ചിന്തി. കാരണം ഒത്തിരിയേറെ യുദ്ധം ദാവീദ് നടത്തി, ഒത്തിരി ആൾക്കാരെ കൊന്നുകളഞ്ഞു. ഇസ്രായേൽ രാജ്യത്തെ സംരക്ഷിക്കാൻ, ആ രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ, ശത്രുക്കളെ തോൽപ്പിക്കാൻ അത് ദാവീദിന്റെ ദൗത്യമായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ ഒത്തിരിയേറെ രക്തം ചിന്തി, അതുകൊണ്ട് നീയല്ല നിന്റെ പുത്രനായിരിക്കും ആലയം പണിയ സോളമൻ. ഇത്രമാത്രം യുദ്ധം ചെയ്ത ഒരു മനുഷ്യൻ. ഇവിടെ ആ ദാവീദിന്റെ അഭിഷേകം അത് ഫിലിസ്ത്യന്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അന്ന് ഗോലിയാത്തിനെ ജയിച്ച ദാവീദിന്റെ അഭിഷേകം അത് സ്പിരിറ്റിന്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അഭിഷേകത്തിൽ യുദ്ധം ജയിക്കാനും ശത്രുക്കളെ കീഴ്പ്പെടുത്താനുമുള്ള വലിയൊരു അഭിഷേകമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു കല്ലുകൊണ്ട് ദാവീദ് ജയിച്ചെങ്കിൽ നമ്മളും ഉറപ്പാക്കണം, ശത്രുവിനെ നേരിടാൻ നമുക്കും കല്ല് വേണം. 5 കല്ല് ദാവീദ് സൂക്ഷിച്ചു വെച്ചു. 5 കല്ലുകൾ എന്തൊക്കെയാണ് അവൻ്റെ കൈവശമുണ്ടായിരുന്നത്? ഒരു വടി, ഒരു സഞ്ചി, ഒരു കവണ, 5 കല്ല്. എന്താ വടി എന്ന് പറയുന്നത്? അധികാരമാണ്. അധികാരം. മോശയിൽ വടിയുണ്ടായിരുന്നു, ദാവീദിൽ വടിയുണ്ടായിരുന്നു. പ്രവാചകന്മാരിലൊക്കെ നമ്മൾ കാണുന്നു അധികാരത്തിൻ്റെ ചിഹ്നമാണ്. 2 സഞ്ചി. സഞ്ചിയിലാണ് അവൻ കല്ല് സൂക്ഷിച്ചത്. സഞ്ചി നിന്റെ ഹൃദയമാണ്, വിശുദ്ധമായ ഹൃദയമാണ്. ഒരുവന് വിശുദ്ധമായ ഹൃദയമാണ്. നമുക്ക് അധികാരം തന്നിട്ടുണ്ടോ? നമുക്ക് അധികാരം നൽകപ്പെട്ടിട്ടുണ്ടോ? അധികാരമുണ്ടോ നിങ്ങൾക്ക്? എന്താ അധികാരം? എന്താ അധികാരം? ശത്രുവിനെ ജയിക്കാനുള്ള അധികാരമുണ്ട്. അത് ഫിലിസ്തീൻ അഭിഷേകമാണ്. ആണ് വചനം ലൂക്കാ 10:19. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ എല്ലാ ശക്തികളും ചവിട്ടി നടക്കാൻ ഞങ്ങൾക്ക് അധികാരം തന്നില്ല. അധികാരം തന്നു. അധികാരമുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണത്. അപ്പോൾ യേശു നമുക്ക് എല്ലാത്തിലും നമുക്ക് അധികാരമുണ്ട്. നമ്മുടെ ഹൃദയം വിശുദ്ധമായ ഒരു സഞ്ചിയായി മാറ്റണം. അത് വിശദീകരിക്കപ്പെടണം. ആ സഞ്ചിയിലാണ് നമുക്ക് ഈ 5 കല്ലുകൾ സൂക്ഷിക്കേണ്ടത്. എന്താണ് 5 കല്ലുകൾ? ഒന്നാമത്തെ കല്ലാണ് വചനം എന്ന കല്ല്, ദൈവവചനം. രണ്ടാമത്തെ കല്ലാണ് യേശുവിൻ്റെ നാമം. യേശു നാമത്തിലാണ് നമ്മൾ ജയിക്കുന്നത്. മൂന്നാമത്തെ കല്ല് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉള്ളിലുണ്ടാകണം. നാലാമത്തെ കല്ല് വിശുദ്ധി. വിശുദ്ധിയില്ലാതെ ബാക്കി ഒന്നും നമുക്ക് ഉണ്ടാകില്ല. 5-ാമത്തെ കല്ല് ജ്ഞാനത്തിൻ്റെ അഭിഷേകം, അല്ലെങ്കിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകണം. ജപമാല പ്രാർത്ഥനയിലൂടെ. ഈ 5 കല്ലുകൾ ഉള്ളവൻ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും തോക്കില്ല. അവൻ തോക്കില്ല ഒരിക്കലും. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഒന്ന് വചനം എന്ന കല്ല്. നമ്മൾ വചനം പ്രഘോഷിക്കുന്നത് കൊണ്ടാണ്. സങ്കീർത്തനം 107:20 വചനം, കർത്താവ് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എന്നിട്ട് പറഞ്ഞ്, കർത്താവ് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ദൈവം തൻ്റെ വചനം അയക്കുകയാണ്. വചനം പാഞ്ഞു കടന്നുകയാണ്, ഇടിച്ച് തകർക്കുകയാണ്. അത് കൂടം പോലെ, അഗ്നി പോലെ വചനം പ്രവർത്തിക്കും. അതേ ശത്രുവിനെ ബന്ധിക്കും. 16:19 എന്തിനെ ബന്ധിക്കാനുള്ള അധികാരം, എന്തിനെ തകർക്കാനുള്ള അധികാരം. അപ്പോൾ വചനത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. 2 യേശുനാമം. അത് യേശുവിൻ്റെ നാമത്തിൽ വേണം സംഭവിക്കാൻ. യേശുനാമത്തിൻ്റെ ശക്തി നമുക്ക് അറിവുണ്ടാകണം. 3 പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എപ്പോഴും നമുക്ക് ആത്മാവിൻ്റെ നടത്തിപ്പ് ഉണ്ടാകണം. 4 നാം വിശുദ്ധമായി ജീവിക്കുന്നവരായിരിക്കണം. 5 നിരന്തരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിനക്കൊരിക്കലും പരാജയം സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ 5 കല്ലുകൾ സൂക്ഷിക്കേണ്ട ഹൃദയമെന്ന സഞ്ചിയിലാണ് സൂക്ഷിക്കേണ്ടത്. ഇനി ഈ കല്ല് പ്രയോഗിക്കാനുള്ളൊരു ആയുധമാണ് കവണ. ഈ കവണയിൽ വെച്ചിട്ടാണ് അവൻ തെറ്റാലേച്ച് എഴുതി വിടുന്നത്. അപ്പോൾ നമുക്കൊരു കവണയുണ്ട്, വിശ്വാസത്തിൻ്റെ കവണ. വിശ്വാസത്തിൻ്റെ കവണ ഉണ്ടാകണം. വിശ്വാസമില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. അല്ല, ഉറപ്പുള്ള വിശ്വാസം. അത് ദൈവം പ്രവർത്തിച്ചിരിക്കും. കർത്താവ് എനിക്ക് വിജയം നേടി തന്നിരിക്കും. അവിടെ ഒരു സംശയമില്ല. ആ സംശയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ വചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിറവ് ഉള്ളിലുണ്ടായിരിക്കണം. അവിടെ ജപമാല പ്രാർത്ഥനയുടെ ശക്തി നമുക്കുണ്ടായിരിക്കണം. അത് ഉള്ളിടത്ത് ഒരിക്കലും അവിശ്വാസം, ഭയം വരില്ല. ഹല്ലേലൂയ. ഈ 5 കല്ലുകൾ ഉറപ്പാക്കുക, ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഏത് യുദ്ധം നമ്മൾ ജയിക്കും.